السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العلي العظيم. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأسعدي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവാദരണീയരായ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമുക്ക് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയ ഒന്നിരായ VCK തങ്ങൾ, ആദരണീയരായ സിദ്ദീഖ് തങ്ങൾ കൊടക്കൽ, ഈ യോഗത്തിന്റെ അധ്യക്ഷർ ബഹുമാനപ്പെട്ട അബൂബക്കർ വഹബി ഇരുമ്പാലശ്ശേരി, ബഹുമാനം നിറഞ്ഞ ഇസ്മായിൽ ഉസ്താദ്, ഹംസ മൗലവി 9 കണ്ടം, പ്രിയ സുഹൃത്ത് ഹംസ വഹബി കാവനൂര്, ഷൗഫൽ ഫലാഹി, KMCC നേതാവ് ഹംസ സാഹിബ്, അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു മുഖ്യ പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല. അധ്യക്ഷ പ്രസംഗം ഇവിടെ ബാക്കിയുമാണ്. ഏതാനും അല്പം ചില കാര്യങ്ങൾ ഈ മഹത്തായ സദസ്സിൽ ഓറുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ മശായിഖുമാരുമായി ബന്ധപ്പെടുത്തി സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുവന്യരായ ശംസുൽ ഉലമ നാദാപുരത്തെ ഓറുടെ ഗുരുവര്യരായ തറക്കണ്ടിയിലെ എന്നറിയപ്പെടുന്ന മഹാനരും, വണ്ടൂരിലെ താജുൽ ഉലമ ഷെയ്ഖുന, അതുപോലെ പാണക്കാട് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങള്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മാസമാണ് ഈ റജബും നാം ഇപ്പൊ നിലകൊള്ളുന്ന ഷഅബാൻ മാസവുമൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇത്തരം അനുസ്മരണങ്ങളും വഅളുകളുമൊക്കെ നടത്തുന്നതിന്റെ ഉദ്ദേശം, എല്ലാത്തിന്റെയും അവസാനത്തെ ലക്ഷ്യം നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ജീവിതമല്ലെന്നും വരാനിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ജീവിതമെന്നും ആ ജീവിതത്തിലെ വിജയമാണ് നമുക്ക് വേണ്ടത് എന്നും ഉണർത്തുകയാണ്. വിശ്വാസികളായ നാം നടത്തുന്ന ഏതൊരു പരിപാടിയുടെയും അവസാന ലക്ഷ്യം അതുതന്നെയാണ്. വഅളുകളും പ്രഭാഷണങ്ങളും ഒക്കെ ഇതേ ഉദ്ദേശത്തിലാണ് നാം നടത്തുന്നത്. എന്നാൽ നാം നടത്തുന്ന വഅള്, ഈ വഅളുകളെക്കാളും ഇത്തരം അനുസ്മരണ പരിപാടികളെക്കാളും ഒക്കെ നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മെ ഉപദേശിപ്പിക്കുന്ന, നമ്മോട് ഉപദേശം നടത്തുന്ന ഒരു ഉപദേഷ്ടാവ് മൗനിയായി, സംസാരിക്കാതെ, ശബ്ദമില്ലാതെ നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ശബ്ദം കേൾക്കുന്നില്ല എങ്കിലും ശബ്ദത്തോടുകൂടെ വഅളു പറയുന്ന, അനുസ്മരിക്കുന്ന പ്രഭാഷണങ്ങളെക്കാൾ നമ്മെ ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവ് നമ്മുടെ കൂടെയുണ്ട്. തറക്തു ഫീക്കും വാഇളൈൻ നാതികം വസ്വാമിത. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ യഥാർത്ഥ ലോകം നമ്മെ പഠിപ്പിക്കാനും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാനും നമ്മെ കൈപിടിച്ചങ്ങ് സ്വർഗത്തിലേക്ക് എത്തിക്കാനും വേണ്ടി അള്ളാഹു നിയോഗിച്ചവരാണെങ്കിൽ, ആ തിരുനബി ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഞാൻ 2 ഉപദേഷ്ടാക്കളെ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ ഉപദേശിക്കുന്നത് പോലെ നിങ്ങളെ ഉപദേശിക്കാൻ
നിങ്ങളെ വഴി നടത്താൻ രണ്ട് ഉപദേഷ്ടാക്കളുണ്ട്, നാത്തിക്കൻ വസ്വാമിത. ഒന്ന് ശബ്ദിക്കുന്ന ഉപദേഷ്ടാവാണ്, എപ്പോഴും ശബ്ദിക്കുന്നത്. അത് വിശുദ്ധ ഖുർആനാണ്. നാം കേൾക്കുന്ന വഅളുകളും പ്രഭാഷണങ്ങളും ഉറുദികളും എല്ലാം വിശുദ്ധ ഖുർആനിന്റെ വിവരണമാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വസ്വാമിത, മിണ്ടാതെ, ശബ്ദിക്കാതെ, ശബ്ദമില്ലാതെ നമ്മ ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവ്, അത് അൽ മൗത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മരണമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ ഒരാഴ്ചക്കുള്ളിലായി എത്രയെത്ര മരണത്തിന്റെ വാർത്തകൾ നമ്മുടെ നാടുകളിൽ നടന്ന ചെറുപ്പക്കാരായ, വളരെ ചെറുപ്പക്കാരായ 25, 30, 35 വയസ്സുള്ള യുവാക്കളും യുവതികളും മരിച്ചത് എത്രയാണ് നമ്മൾ കേട്ടത്. ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ധാരാളം. ഇത് നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കണം, നമ്മെ ആലോചിപ്പിക്കണം, നമ്മെ അള്ളാഹുവിന്റെ ലോകത്തെക്കുറിച്ച് ഉണർത്താൻ അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ ഇട്ടേച്ചുപോയി എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഉപദേഷ്ടാവാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. ഒരൽപ്പം ആ സമയത്ത് നാം ചിന്തിക്കുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡിൽ നമ്മുടെ ചർച്ച വേറെയാണ്. മറ്റൊന്നാണ് നാം ചർച്ച ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ കാരണമെന്ന്, പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണമെന്ത്, അത് നമുക്കും വരാനുള്ളതാണ് എന്നല്ല നാം ആലോചിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? കൊറോണ വാക്സിനാണോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡാണോ എന്നതൊക്കെയാണ് നാം ചർച്ച ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മെ ഉപദേശിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, അള്ളാഹുവിനെ കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപദേഷ്ടാവാണ് ഈ മരണം. അള്ളാഹു അത്തരം നമ്മിൽ നിന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ പരലോകം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെയും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇത് നമ്മെ ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. ബഹുവന്യരായ ഓറെപ്പോലുള്ള മഹത്തുക്കളിൽ മഹത്തുക്കളായ നാം അനുസ്മരിക്കുന്നതും നാം നടത്തുന്ന പരിപാടികളുടെ ഒക്കെയും ലക്ഷ്യം ഇതുതന്നെയാണ്. അള്ളാഹു ആ ലക്ഷ്യം നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമായൊന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് ഓറെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ഓറെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ ധാരാളം നാം ഇവിടെ കേട്ടുകഴിഞ്ഞു. നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, മതിയാകുന്ന വിധത്തിൽ തന്നെ. ഓറെ സംബന്ധിച്ചിടത്തോളം ഓറുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് തന്നെയാണ്. എവിടെയാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഒരു വിദേശ രാജ്യങ്ങളിൽ എവിടെയും പോയിട്ടില്ല. വിശുദ്ധ ഹറമിൽ പോലും ഓറ് പോയിട്ടില്ല. മറ്റൊരു രാജ്യത്തേക്കും പോയിട്ടില്ല. സ്വന്തം നാട്ടിൽ ജീവിച്ച ഓറെ ഇന്ന് ഓർക്കുന്നത് എവിടെയൊക്കെയാണ്? നാം ഇവിടെ ഓർക്കുന്നു, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഓർക്കുന്നു, കർണാടകയിലും ഓറ ഓർക്കുന്നു, വിവിധ രാജ്യങ്ങളിൽ ഓറ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. ഓറ കണ്ടവരല്ല, ഓറ കേട്ടവർ, ഓറ കണ്ടയാളുകൾ അപൂർവമേ ഈ സദസ്സിലുണ്ടാവുകയുള്ളൂ. ഓറ കേട്ടവരും കേട്ടവരും മാത്രമാണ് ഓറ ഓർക്കുകയും അനുസ്മരിക്കുകയുമായി ഇവിടെ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ ഇതുതന്നെയാണ് അള്ളാഹു ഓർക്ക് നൽകിയ മഹത്തായ ഒരു സ്ഥാനം. എത്രയെത്ര ഔലിയാക്കൾ, എത്ര അമ്പിയാക്കൾ, അവരെയൊക്കെ നാം ഓർക്കുന്നുണ്ട്. 25 പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ പേരു പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്, ഓർക്കാറുണ്ട്. അപൂർവം ചില ആളുകളെ മാത്രം. ബലിപെരുന്നാൾ വരുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കുന്നു, അവരുടെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർക്കുന്നു. ഇങ്ങനെ അപൂർവം ചില ആളുകളെ മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി വര്യന്മാരിലും അങ്ങനെയാണ്. കുറച്ചാളുകളെ മാത്രം ഇത് നമ്മൾ ഓർക്കുന്നു. ആ ഓർക്കുക എന്നതും എല്ലാവരും എപ്പോഴും ഓർക്കുക എന്നത് ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഒരു സ്ഥാനം തന്നെയാണ്. അപൂർവം ചില ആളുകൾക്ക്, അവരെക്കാൾ മുന്തിയവരുണ്ടാകാം. നാം ഓർക്കുന്ന, അനുസ്മരിക്കുന്ന ബഹുവന്യരായ ഓറേക്കാൾ മുന്തിയ ഔലിയാക്കളില്ലേ? ഔലിയാക്കളിൽ ഏറ്റവും മുന്തിയയാള്, ഒന്നാം സ്ഥാനത്തുള്ളയാള് സ്വഹാബത്ത് കഴിഞ്ഞാൽ നാം ഓർക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് അല്ല. ഷെയ്ഖ് തങ്ങൾ അറിയാത്തവരാരാണുള്ളത്? നമ്മൾ എപ്പോഴും ഓർക്കും. അവരുടെ ആണ്ട് നാം നടത്തും, റിഫായി തങ്ങളെ ഓർക്കും. പക്ഷെ അവരൊന്നുമല്ലല്ലോ. സ്വഹാബി വര്യന്മാര് കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ ആള്, ഔലിയാക്കളിലെ ഒന്നാം സ്ഥാനത്തുള്ളയാള് ഉവൈസുൽ ഖറനി എന്ന് പറയുന്ന മഹാനരാണ്. അള്ളാഹു അവരുടെ ഹക്ക് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച ഒരാളാണ്, പക്ഷെ നബിയെ കണ്ടിട്ടില്ല. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചു, നബി തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, അവസരം ലഭിച്ചിട്ടില്ല. സ്വന്തം ഉമ്മയെ, രോഗിയായ ഉമ്മയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഉവൈസുൽ ഖറനി,
ഒരിക്കൽ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് മിമ്പറിൽ നിന്ന് മഹാനവറുകൾ പ്രസംഗിക്കുന്നതിനിടയിൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഖറൻ ഗോത്രക്കാരുണ്ടോ എന്ന്. ഖറൻ കബീലക്കാര് എഴുന്നേൽക്കുമ്പോ ചോദിക്കുന്നത്, നിങ്ങൾക്കറിയുമോ ഉവൈസിനെ? അവര് ചോദിക്കുന്നത്, ഒരു ഉവൈസിനെ ഞങ്ങൾക്കറിയാം, ഭ്രാന്തനായ ഉവൈസ്. ഭ്രാന്തനാണ്, ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജീവിക്കാറില്ല, എവിടെയെങ്കിലും പോയി ഒറ്റക്ക് ജീവിക്കുന്ന ഒരു ഭ്രാന്തൻ, ഇത് മാത്രമേ ഞങ്ങളുടെ കബീലയിലുള്ളൂ. ഇദ്ദേഹത്തെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതെ, അദ്ദേഹത്തെ തന്നെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് ചെന്നാൽ ആ ഉവൈസിനോട് എന്റെ ഒരു സലാം പറയണം. മാത്രമല്ല, ഈ ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സലാം ആ ഉവൈസിനോട് നിങ്ങൾ പറയണം. ഖലീഫയായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനും പറയണമെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ വിവരമാണ്. നബി തങ്ങൾ വഫാത്തായി, സിദ്ദീഖ് എന്നവരും വഫാത്തായി, ഉമർ എന്നവരുടെ ഭരണകാലത്തായി സംഭവം നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ഉവൈസുൽ ഖറനിയെ കുറിച്ച്, അദ്ദേഹത്തെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണം, നബിയുടെ ഒരു സലാം പറയണമെന്ന് പറയുന്നു. ഉമറെ, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കണം എന്നും പറയുന്നു. ഉമർ എന്നവർ നേരിട്ട് കണ്ടു പിന്നീട് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവരാണ് ഏറ്റവും മുന്തിയ ആള്. സ്വഹാബി വര്യന്മാര് കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ പിന്നെ ഒരാൾ മാത്രമാണ് ഉവൈസുൽ ഖറനിയെ കണ്ടത് പറയുന്നത്. ഹരിമു ബിനു ഹയ്യാൻ എന്ന് പറയുന്ന ഒരാള് ഉമർ എന്നവരിൽ നിന്ന് ഈ വിവരം കേട്ടതിന് ശേഷം അദ്ദേഹം ഉവൈസുൽ ഖറനിയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ യൂഫ്രട്ടീസ് നദിയുടെ ചാരത്ത് ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ നിന്നിങ്ങനെ ഒതു എടുക്കുന്ന ഒരാള്, അടയാളങ്ങൾ നബി തങ്ങളിൽ നിന്ന് പഠിച്ച അടയാളങ്ങൾ നോക്കിയിട്ട് ഇദ്ദേഹം ചെന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ ഉവൈസ്. അദ്ദേഹത്തിന്റെ പേര് വിളിച്ച് സലാം ചൊല്ലുമ്പോ അദ്ദേഹം സലാം അടക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എന്നെ എങ്ങനെ നിങ്ങൾക്കറിയാം, എന്റെ പേരെങ്ങനെ അറിയാം? ഇദ്ദേഹം പറഞ്ഞു, അള്ളാഹു അറിയിച്ചു തന്നതാണ് എന്ന്. എങ്കിൽ ഹരിമ ബിൻ ഹയ്യാൻ, ഇങ്ങോട്ടും പേര് വിളിക്കുകയാണ്. ഉവൈസ് ഒറ്റ വസ്ത്രം മാത്രം ഉടുത്ത് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വുളു എടുത്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ഈ ഹരിമു ബിൻ ഹയ്യാനെ ആദ്യമായി കാണുകയാണ്. ഇങ്ങോട്ട് പേര് വിളിക്കുമ്പോ ഇദ്ദേഹം അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, എന്നെ എങ്ങനെ നിങ്ങൾക്കറിയാം? അദ്ദേഹം പറയുന്നു, ആത്മാക്കൾ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന്. അവിടെ നിന്ന് കരഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ച് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, മാത്ത ഉമർ, ഖലീഫയായ ഉമർ എന്നവർ ഇതാ മരണപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അല്ലാഹു ആ സെക്കൻഡിൽ വിവരം നൽകുകയാണ്. ഈ ഉവൈസുൽ ഖറനി എന്ന് പറയുന്ന ഔലിയാക്കളിലെ ഏറ്റവും മുന്തിയ ഈ മഹാനവറുകൾ അലിയാരുടെ കാലത്ത് നടന്ന ഒരു യുദ്ധത്തിൽ ഒരുപാട് വെട്ടേറ്റുകൊണ്ട്, ശരീരത്തിൽ മുറിവേറ്റുകൊണ്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി അവരെ ഒരു സ്ഥലത്ത് മറവ് ചെയ്യുന്നു. ചരിത്രം പറയുന്നു, പിന്നീട് ആ ഖബർ എവിടെയാണെന്ന് പോലും ആർക്കും അറിയുകയില്ല. അത് മറവ് ചെയ്ത ആളുകളുണ്ട്, സ്വഹാബി വര്യന്മാരുണ്ട്. പിന്നീട് എവിടെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് എന്നറിയില്ല, ആരും അങ്ങോട്ട് പോകാറില്ല. ആരാ? ഔലിയാക്കളിലെ ഏറ്റവും മുന്തിയയാള്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ചില ആളുകൾക്ക് മാത്രം. അവരെ എപ്പോഴും ഓർക്കുകയാണ്, എപ്പോഴും അനുസ്മരിക്കപ്പെടുകയാണ്. ആ കൂട്ടത്തിലാണ് ബഹുവന്യരായ ശംസുൽ ഉലമ ഓറ നമ്മൾ ഓർക്കുന്നു. 25 വർഷമായി ഓറ് ലോകത്തോട് വിട പറഞ്ഞിട്ട് ഓറ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഓരുടെ പേരിൽ നേർച്ചകൾ നടക്കുന്നു. അള്ളാഹു അതൊക്കെയും കബൂലാക്കുമാറാവട്ടെ. അത് അള്ളാഹു അവർക്ക് നൽകിയ ഒരു സ്ഥാനമാണെങ്കിൽ നാം ഇവിടെ കേട്ടതുപോലെ എല്ലാവരും അവരെ സ്നേഹിക്കുകയാണ്, എല്ലാവരും അവരെ സ്നേഹിക്കുന്നു, എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. ഇത് ഏറ്റവും മുന്തിയ ആളായതുകൊണ്ട് കാര്യമില്ല, ലഭിക്കൂല. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഈസാ നബിയുടെ ആളുകൾക്ക് ദേഷ്യമാണ്, ക്രിസ്ത്യാനികൾക്ക്. ഈസാ നബിയോട് ജൂതന്മാർക്ക് ദേഷ്യമാണ്. എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ഞങ്ങളെ ആളാണെന്ന് പറയുന്നു. മൂസാ നബിയോട് വെറുപ്പുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ അലിയാരോട് പറഞ്ഞിട്ടുണ്ട്, അലി, നിങ്ങൾ പ്രാർത്ഥിക്കണം ജനമനസ്സുകളിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടാവാൻ, ജനങ്ങളെല്ലാവരും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. അതങ്ങനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ പറ്റിയതല്ല, അത് അള്ളാഹു നൽകുന്നതാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. ശരിയായ വിശ്വാസവും നല്ല സൽക്കർമ്മവും ചെയ്ത് ജീവിക്കുന്ന ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്നതാണ് സയജഅലു ലഹുമുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു നൽകുന്നതാണ്. എല്ലാവരും അവരെ സ്നേഹിക്കുക എന്നത് അത് പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ കഴിയൂല എന്ന് അള്ളാഹുവിന്റെ റസൂല് അലിയാരോട് പറഞ്ഞപ്പോ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അതും അപൂർവം ചില ആളുകൾക്ക് നൽകുന്നതാ.
നാം ഇവിടെ കേട്ടല്ലോ, നമ്മുടെ കേരളത്തിൽ ഓരുടെ നാട്ടിൽ ആ പരിസരത്തുള്ള 3 സുന്നി സംഘടനകളും ഓറ അനുസ്മരണ കുറിപ്പുകൾ ഇറക്കിയെന്ന്, ഓറ അനുസ്മരിച്ചു എന്ന് പറയുന്നതും കേവലം ഒരു പരിപാടി നടത്തിയതല്ല, സ്മരണിക കുറിപ്പിറക്കിയിട്ട് ഓറ ജീവിതം പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഓർ പ്രിയപ്പെട്ടതുകൊണ്ടാണ്. കേരളത്തിലെ അറിയപ്പെട്ട നല്ല ഏറ്റവും മുന്തിയ ഒരു പണ്ഡിത സഭയായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ പരമാധ്യക്ഷരായിരുന്നു അവർ. ഒരുപാട് കാലം അധ്യക്ഷരായിരുന്ന മഹാനവറുകൾ, ആ അവറുകളെ മറ്റു സംഘടനക്കാരായ ആളുകൾ സ്മരണിക ഇറക്കി ഓറ പരിചയപ്പെടുത്തുന്നത് ഓർ അത്രയും സ്വീകാര്യനായതുകൊണ്ടല്ലേ. എല്ലാവർക്കും ഓരോട് സ്നേഹമാണ്, ഓരോട് ഇഷ്ടമാണ്. അവിശ്വാസികളും അങ്ങനെയാണ്. ഇവിടെ കേട്ടല്ലോ, അവിശ്വാസികളായ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഓറ ബഹുമാനിച്ചത്, ഓറ ആദരിച്ചത്. ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ, ഞങ്ങളുടെ നാട് നാദാപുരം അല്ലാത്ത ആളുകളും ഇവിടെ ഉണ്ടാകുമെന്നത് കൊണ്ടാണ് പറയുന്നത്, ഒരൽപ്പം വർഗീയത കൂടുതലുള്ള നാടാണ്. ഓറെ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന്, അമുസ്ലിമീങ്ങളായ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾ എഴുന്നേൽക്കുകയില്ല എന്നു പറഞ്ഞ് ഓറ് വരുമ്പോ ഓറെ അനാദരിക്കാൻ വേണ്ടി 1-2 ആളുകൾ തീരുമാനിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നു എന്നും, ആ ഇരിക്കുന്ന അവര് പോലും ബഹുവന്യരായ ഓർ വരുന്ന സമയത്ത് അറിയാതെ ഇരിക്കാൻ കഴിയാതെ അവരോട് എഴുന്നേറ്റു പോയി എന്ന് അവർ തന്നെ പിന്നീട് പറഞ്ഞത് അവരുടെ അനുഭവമാണെങ്കിൽ ഇത് അള്ളാഹു നൽകിയ ഒരു സ്ഥാനമാണ്. എല്ലാവരും അവരെ സ്നേഹിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു എന്നത് ഇന്ന് നഷ്ടപ്പെട്ടു പോയതും അതുതന്നെയാണ്. ഓർക്കത് കിട്ടാൻ കാരണം നാം ഇവിടെ കേട്ടതുപോലെ ഓറുടെ ഇൽമാണ്, ഓറുടെ അറിവാണ്. ആ അറിവ് കൊണ്ട് ഓർ നേടിയെടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയാണ്. എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിം എന്തായിരിക്കണമെന്ന് ഓർ ജീവിച്ച് കാണിച്ചു തന്നു. ഒരു മുസ്ലിമിന്റെ നടത്തം എന്താവണം, ഇരുത്തം എങ്ങനെയായിരിക്കണം, നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, ഒദു നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, ഒരാളുടെ മുഖത്തേക്ക് നോക്കേണ്ടത് എങ്ങനെയാണ്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, എല്ലാം ഓരോരുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു. ഏറ്റവും സുന്ദരമായ ജീവിതം, എല്ലാവരാലും വാഴ്ത്തപ്പെടുന്നു, എല്ലാവരും ആദരിക്കുന്നു, എല്ലാവരും ഒരു ഇഷ്ടപ്പെടുന്ന ജീവിതം ഓർ നയിച്ചപ്പോ അള്ളാഹുവും ഓരുടെ കൂടെ ഉണ്ടാവുകയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചപ്പോ അള്ളാഹ് ഓരുടെ കൂടെ ഉണ്ടാവുകയാണ്. മങ്കാന മഅ അല്ലാഹ് കാനല്ലാഹു മഅ. ഒരാൾ അള്ളാഹുവിന്റെ കൂടെയാണോ, അവൻ പറഞ്ഞതുപോലെയാണോ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു അവന്റെ കൂടെയുണ്ടാകുമെന്ന് ഓരുടെ ജീവിതത്തിൽ എത്രയോ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എത്രയോ പ്രശ്നമുള്ള സന്ദർഭങ്ങളിൽ നാദാപുരത്ത് വൻ കലാപം നടക്കുന്ന സമയത്തും ഓരുടെ ജീപ്പിന് പോകാൻ ആരും ഒരു തടസ്സമല്ല. ഓരുടെ വണ്ടി പോകുമ്പോ ഏത് ആയുധധാരികളും മാറിക്കൊടുക്കുകയാണ്. ഓർക്ക് പോകാം. ഇതെങ്ങനെ കിട്ടിയതാ? ഓരൊരു പ്രഭാഷകനല്ല, ഒരു എഴുത്തുകാരനല്ല. അവരുടെ കണ്ണോളിക്കണ്ടി വസതിയിൽ നിന്ന്, കടമേരിയിൽ നിന്ന് ഓർ വരുന്നു, നാദാപുരത്തെ പള്ളിയിൽ വന്ന് ദറുസും നടത്തി പോകുന്നു. ഒരു സ്റ്റേജിൽ ഓർ പ്രസംഗിക്കാറില്ല, ഒരു മാസികയിൽ ഓർ എഴുതാറില്ല, ഒരു രാഷ്ട്രീയ വേദിയിൽ ഓർ പങ്കെടുക്കാറില്ല. എന്നിട്ടും ഓറെ എല്ലാവർക്കും അറിയാം, എല്ലാവരും ബഹുമാനിക്കുന്നു, എല്ലാവരും ആദരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി വര്യന്മാര് വിവരിക്കുന്നു, ഒരു അഅറാബിയായ മനുഷ്യൻ ഒരിക്കലൊരു ഒട്ടകപ്പുറത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ മദീനത്തെ പള്ളിയുടെ മുന്നിൽ അവിടെ കെട്ടിയിട്ട്, മദീനത്തെ പള്ളിയുടെ മുന്നിൽ നിർത്തിയിട്ട് ഇദ്ദേഹം പള്ളിയിലേക്ക് കയറി നമസ്കരിക്കുകയാണ്. അഅറാബിയാണ്. ഇസ്ലാമും ദീനുമൊക്കെ സംസ്കാരവും ഒക്കെ മറ്റൊരു രീതിയിലാണ് അവർക്കുണ്ടാവാറ്. ഇദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ വാഹനം അവിടെ നിർത്തി പള്ളിയിൽ കയറി നല്ല പ്രാർത്ഥനയും നല്ല നമസ്കാരവും. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. വല്ലാത്ത പ്രാർത്ഥന, നല്ല അച്ചടക്കമുള്ള പ്രാർത്ഥന. എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം പുറത്തിറങ്ങി നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ഒട്ടകത്താരോ മോഷ്ടിച്ചിരിക്കുകയാണ്. ഒട്ടകത്തെ കാണാനില്ല, ആരോ കൊണ്ടുപോയിരിക്കുന്നു. ഇദ്ദേഹത്തിന് മനസ്സിൽ വേദനയില്ല. ഇദ്ദേഹം ആരോടും ചോദിക്കുന്നില്ല, ആരോടും സങ്കടം പറയുന്നില്ല. ഇദ്ദേഹം വീണ്ടും പള്ളിയിലേക്ക് തന്നെ കയറിയിട്ട് പറയുന്നത്, ഇലാഹി അദ്ദൈഖു അമാനത്ത് ഫഅൈന അമാനത്തി. അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ചതാണ് നിന്റെ അമാനത്ത്, നിന്റെ നമസ്കാരം. നീ നിർവഹിക്കാൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായി നിർവഹിച്ചില്ലേ? നീ ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ് എന്റെ വാഹനം, അതെവിടെ എന്നിദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുമ്പോ പുറത്തു നിന്നതാ ഒരു മനുഷ്യൻ ഒരു ഒട്ടകപ്പുറത്ത് കയറി വരുന്നു. അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഒട്ടകത്ത് മോഷ്ടിച്ചയാളെ ആരോ കൈമുറിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ ഒട്ടകം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി വര്യന്മാർ പറഞ്ഞ്, മങ്കാന മഅ അല്ലാഹ് കാനല്ലാഹു മഅ. അള്ളാഹു വേണ്ടി ഒരാൾ ജീവിച്ചാൽ അള്ളാഹു കൂടെയുണ്ടാകും എന്ന് പറഞ്ഞത്
തീർത്തും ഞങ്ങൾക്ക് ആ സമയത്ത് ബോധ്യപ്പെട്ടു എന്ന് സുഹാബി വര്യന്മാർ പറഞ്ഞത് ഓറുടെ ജീവിതത്തിൽ എത്ര കാണാം, എത്രയെത്ര സന്ദർഭങ്ങളിൽ കാണാം. ഓറെ പ്രയാസപ്പെടുത്താൻ വേണ്ടി, ഓറെ വഷളാക്കാൻ വേണ്ടി, ഓറെ മാനം കെടുത്താൻ വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ നോക്കിയിട്ടുണ്ട്. ഓറുടെ നാട്ടില് ഒരു കല്യാണം നടക്കുന്ന സമയത്ത്, ആ കല്യാണം നടക്കുന്ന സമയത്ത് ആ കല്യാണ വീട്ടിൽ നിന്നൊരു പല്ലി ശബ്ദിക്കുകയാണ്. പല്ലി ശബ്ദിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു അതൊരു ദുഷ്ടഗുണമാണ്, ഒരു മോശമാണ് എന്ന് ആ കല്യാണ വീട്ടിൽ നിന്ന് ആരോ പറഞ്ഞു. ഓറോട് വന്നു പറഞ്ഞു, ഇങ്ങനെ പല്ലി ശബ്ദിച്ചിട്ടുണ്ട്, പല്ലി കരയുന്നുണ്ട്, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓറ് പറയുന്നത് അതൊന്നുമല്ലടോ, ഈ പല്ലിയുടെ ഇണ വില്യാപ്പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്, അതിന്റെ സന്തോഷമാണ് അത് കാണിച്ചത് എന്ന് പറഞ്ഞപ്പോ അവിടെ കൂടി ആളുകൾ പരിഹസിക്കുകയാണ്. മറ്റു ചില ആളുകൾ പരിഹസിക്കുന്നു, ഇതാണ് മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ, ഒരു പല്ലി കരഞ്ഞത് വില്യാപ്പള്ളിയിൽ നിന്ന് ഇതിന്റെ ഇണ വരുന്നത് കണ്ടുകൊണ്ടാണ്, അതിന്റെ സന്തോഷത്തിലാണെന്ന് പറയുന്നത്, എവിടെയാണ് മുസ്ലിയാക്കന്മാരെത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഓറെ പരിഹസിക്കുമ്പോ ആ സമയത്ത് തന്നെ ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആ തലവളഞ്ഞ കുട. ആ കുടയിൽ വന്ന് അവിടെ രാണിയിൽ തൂക്കിയിട്ട് നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു പല്ലി പുറത്തേക്ക് വരികയാണ്. ഇദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കുമ്പോ ഇദ്ദേഹം വരുന്നത് വില്യാപ്പള്ളിയിൽ നിന്നാണെന്നാണ്. ഇത് അനുഭവമാണ്, അനുഭവസ്ഥരായ ആളുകൾ പറയുന്നതാണ് ഓറെക്കുറിച്ച്. എവിടെ ഓറെ പരിഹസിക്കുന്നോ, ഓറെ ഇല്ലാതെയാക്കാൻ നോക്കുന്നോ, കാനല്ലാഹു മഅ, അള്ളാഹു ഓരുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. ഓരോട് കൂടെ അള്ളാഹു ഉണ്ടാകും. ഇത് ഒന്നല്ല 100 തവണ എത്രയോ നടന്നത് കാണും, എത്രയോ നടന്നത് കാണാം ഓറുടെ ജീവിതത്തില്. ബഹുമാനപ്പെട്ട ഓർക്കാട്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരാൾ വീട്ടിൽ കൂടി അദ്ദേഹത്തിന്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് വളരെ വലിയ പ്രയാസം, വീട്ടിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ഒരുപാട് ആളുകളെ സമീപിച്ചു, പല ആളുകളുടെയും അരികിലേക്ക് പോയി, ഉസ്താദുമാരുടെ അരികിൽ ചെന്ന് പലരോടും പറഞ്ഞ് പല ചികിത്സയും ചെയ്ത് ഒന്നുകൊണ്ടും മാറുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായ പ്രയാസം മാറുന്നില്ല. അവസാനം ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞത് നാദാപുരത്തെ പള്ളിയിലെ ഓറോട് ചെന്ന് ഒന്ന് വീട്ടിൽ വന്നൊന്ന് ദുആ ചെയ്തു പോകാൻ, ഓരോട് കാര്യങ്ങളൊന്നും പറയണ്ട, ഓറയൊന്ന് കൊണ്ടുവന്ന് വീട്ടിലൊരു ചായ കൊടുത്ത് ഓറ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ച് മടക്കി അയച്ചാൽ മതിയെന്ന്. ഇദ്ദേഹം അതേ രീതിയിൽ ചെയ്തു. ഓരൊരിക്കൽ അസറിന് ശേഷം വന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് ഒരു സാധാരണ രീതിയിൽ പ്രാർത്ഥിച്ച് ചെറിയൊരു പ്രാർത്ഥനയും നടത്തി ബർക്കത്തിന് പ്രാർത്ഥിച്ച് ഓറ് മടങ്ങിപ്പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന്, ആ പ്രയാസം ഉണ്ടായിട്ടേ ഇല്ല. ഇദ്ദേഹത്തിന് തിരിയുന്നില്ല എന്താണ് ഈ സംഭവിച്ചത് എന്ന്. ഓരോട് തന്റെ ജീവിതത്തിലോ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പ്രശ്നം അവിടെ നീങ്ങുകയാണ്. ഇദ്ദേഹം അതേ ഉസ്താദിന്റെ അരികിൽ തന്നെ ചെന്ന് ചോദിച്ചു, എന്താണ് സംഭവം? ഓറോട് വരാൻ പറഞ്ഞു. ഓറ് പ്രാർത്ഥിച്ചു പോയി. എന്താ ഇതിന്റെ കാരണം? എങ്ങനെയാണ് എന്റേത് നീങ്ങിയത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത്, ഇതൊക്കെ അനുഭവസ്ഥരായ ആളുകൾ പറയുമ്പോ നാം ഈമാൻ കൊള്ളണം. അവിടെയാണ് നമ്മുടെയൊക്കെ ഈമാനിന്റെ പവർ വേണ്ടത്. അനുഭവസ്ഥരായ ആളുകൾ പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ശല്യം ചില ജിന്നുകളുടെ ശല്യമാണ്. ചില ജിന്നുകളാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത്, നിങ്ങളെ ഇടങ്ങേറാക്കിയിരുന്നത്. ആ ജിന്നുകൾ ബഹുവന്യരായ ശംസുലുലമ നാദാപുരത്ത് ഓറുടെ ദർസിൽ പങ്കെടുക്കുന്ന ജിന്നുകളായിരുന്നു. അത് ഓറ് പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ ജിന്നുകൾ മാറി നിൽക്കുമെന്ന് എനിക്കറിയാം. അതുതന്നെയാണ് സംഭവിച്ചത്. ഓറുടെ ദർസിൽ വരുന്ന ജിന്ന് ഓരൊരു വീട്ടിൽ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ഓറുടെ ശിഷ്യന്മാർ അവിടെ വന്ന് ശല്യം ചെയ്യുക? അത് മാറിപ്പോയതാണെന്ന് അനുഭവസ്ഥരായ ആളുകൾ പറയുമ്പോ ഇതാണ് ഓറ്. എല്ലാവർക്കും താങ്ങായി തണലായി ബഹുവന്നരായ ഓറ് നിന്നത് ഓറുടെ ജീവിതത്തിൽ ഓറുടെ ഇൽമ കൊണ്ട് ഓർ ആർജിച്ചെടുത്തതായിരുന്നു. കഠിനാധ്വാനമായിരുന്നു, ചെറുതൊന്നുമല്ല. നാം ഇവിടെ കേട്ടല്ലോ, ചെറുപ്പം മുതൽ തന്നെ പഠിച്ച് ഇൽമിൽ മാത്രമായി ജീവിച്ച ഓർ. കാസർഗോഡ് ഓർ പഠിക്കുന്ന സന്ദർഭത്തില് ഓർക്ക് കത്ത് വരും. കത്തൊന്നും ഓർ പൊളിച്ചു നോക്കൂല, തന്റെ ഇൽമിന് തടസ്സമാകുമോ എന്ന് കരുതിയിട്ട്. പല ആളുകളുടെയും മരണവാർത്ത മാസങ്ങൾ കഴിഞ്ഞ് ഓർ നാട്ടിലേക്ക് വരുമ്പോ കത്ത് പൊളിക്കുമ്പോഴേ അറിയുക എന്ന ഓർ അത്രയും ഇൽമിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പറയുന്നത് രാത്രി മുഴുവനും ഒരുപാട് നേരം ഓർ പഠിക്കുകയാണ്.
കിതാബ് ഓതുകയാണ്. കിതാബ് പഠിക്കുമ്പോ അവസാനം ഓർ അറിയുന്നത് നേരം വെളുക്കാനായിരിക്കുന്നു എന്ന് ഓർ അറിയുന്നത് മുഅദ്ദിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോഴാണ് ഇത് സുബഹിയോട് അടുത്തിരിക്കുന്നു എന്ന് അറിയുന്നത് എന്ന് ആ മുഅദ്ദിനാ പറയുന്നത്. നമ്മളതൊക്കെ ഓർക്കണം. എന്നിട്ട് ഓർ പഠിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ മുറിവ് വന്നിട്ട് ചൊറിഞ്ഞ് മുറിഞ്ഞിട്ട് ആ മുറിവ് പൊട്ടിയിട്ട് ശരീരത്തിലെ വസ്ത്രം അവിടെ പറ്റിപ്പിടിച്ചു നിൽക്കും. രാവിലെ അത് പറിച്ചെടുക്കാൻ പ്രയാസമാണ്. ആ സമയത്തോറ് ചെയ്യാറുള്ളത് മുഅദ്ദിന് പള്ളിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കാസർഗോഡ് അവർ പഠിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് സുബഹിന്റെ മുമ്പ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഇറങ്ങി നിന്ന് തന്റെ ശരീരം പൊതിർത്തിയിട്ട് വെള്ളം തട്ടിയിട്ട് ആ മുറിവിൽ നിന്ന് അത് മാറ്റിയിട്ട് ഒരു വസ്ത്രം മാറ്റിയെടുത്ത് ആ വസ്ത്രം മലക്കിയിട്ടാണ് ഓരു ജീവിച്ചതെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഇൽമിന്റെ ഫലമാണ് ഇന്ന് UAE ഇവിടെയും വെച്ച് നാം ഓർക്കാനുണ്ടായ കാരണം. അത്ര കഷ്ടപ്പെട്ടതുകൊണ്ട് അള്ളാഹുവിന്റെ ഇൽമു നേടിയെടുത്തത്. മറ്റെല്ലാം എന്ത് നാം പറയുന്നുണ്ടെങ്കിലും എന്ത് കറാമത്ത് പറഞ്ഞാലും ഓർക്ക് ഏറ്റവും മുന്തിയത് ഓർക്ക് അല്ലാഹു നൽകുന്നത് ഓരുടെ ഇൽമു തന്നെയാണ്. ഓരുടെ ഗുരുവര്യന്മാരും കിട്ടിയതൊക്കെയും ഏറ്റവും മുന്തിയത്. എല്ലാവരാലും വാഴ്ത്തപ്പെടുന്ന ഗുരുമഹത്തുക്കളല്ലേ ഓർക്ക് ലഭിച്ചത്. ആരെങ്കിലും അവരുടെ മഹാത്മാക്കളായ ഗുരുക്കളെ കുറ്റം പറയുമോ? ഒന്ന് കുതുബി തങ്ങളാണ്. ഇന്ന് നാം കേരളത്തിൽ കാണുന്ന ഏതൊരു പണ്ഡിതന്റെയും ഗുരുവര്യന്മാരുടെ ഗുരുവര്യന്മാരായി വരുന്ന എല്ലാവരുടെയും പരമ്പര മുട്ടുന്ന അല്ലാമ കുതുബി തങ്ങളും തറക്കണ്ടിയിൽ ഓറുമൊക്കെയായിരുന്നു ഓരുടെ ഗുരുവര്യന്മാർ. അവർക്ക് കിട്ടിയത് എല്ലാം മുന്തിയതായിരുന്നു. 94 വർഷകാലം 100 വർഷത്തിനോടടുത്ത് ഓർ ജീവിച്ചതിൽ ഓരുടെ ആ നോട്ടം അത് വേണ്ടാത്തതായിരുന്നു. ഓർ ആ പറഞ്ഞത് അത് മോശമായിരുന്നെന്ന് പറയാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. ഓരുടെ സംഘടനക്കാരനല്ലാത്തവർക്കോ ഒരമുസ്ലിമിന് പോലും ഓർ ആ ചെയ്തത് മോശമായി എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരാളായി ജീവിച്ച ഒരു മഹാമനീഷയെയാണ് നമ്മൾ ഓർക്കുന്നത്. അള്ളാഹു ഓരുടെ ഹക്ക് ജാഹ് കൊണ്ട് നമ്മയൊക്കെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർ സ്നേഹിച്ച ഓർ ആദരിച്ച ഒരുപാട് മഹത്തുക്കൾ ബഹുമാനപ്പെട്ട നാം ഇന്ന് ഓർക്കേണ്ട അനുസ്മരിക്കേണ്ട ബഹുമന്യരായ താജുൽ ഉലമ എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ വാക്കും കൊണ്ട് നാം മനസ്സിലാക്കാൻ നമുക്ക്. ഓർ ഇങ്ങനെയാണെങ്കിൽ ഈ മഹാഗുരുവാണ് ഓർ എങ്കിൽ ആ ഓർ ഒരിക്കൽ പറഞ്ഞത് ഹദാന സ്വദഖത്തുല്ലാഹി, വഴിയറിയാതെ പ്രയാസപ്പെടുന്ന നേരത്ത് നമ്മെ നേർമാർഗത്തിലേക്ക് ചേർത്തത്, എന്നെ ഹിദായത്തിലേക്ക് ചേർത്തത്. അത് ഞാനും നിങ്ങളുമല്ല പറയുന്നത്, ശംസുൽ ഉലമ ഓറാ പറയുന്നത്. നമ്മെ ഹിദായത്തിലേക്ക് ചേർത്തത് സ്വദഖത്തുള്ളയാണ് എന്ന്. നമ്മളാരും അവരുടെ പേര് പറയാറില്ല. ഹദാന സ്വദഖത്തുല്ലാഹി എന്ന് പറയുന്നത് ആ മഹാഗുരുവര്യരായ താജുൽ ഉലമ അവറുകളെയാണ്. അവർ പോലും ബഹുമാനപ്പെട്ട ഓറ ബഹുമാനിക്കുകയാണ്, ഓറുടെ ഇൽമിൽ അത്ഭുതപ്പെടുകയാണ്. എന്റെ ഗുരുവര്യന്മാർ വഫാത്തായപ്പോ എന്റെ ഉസ്താദുമാരുടെ സ്ഥാനത്തേക്ക് ഞാൻ കണ്ടുവച്ചയാളാണ് താജുൽ ഉലമ എന്ന് ബഹുമന്യരായ ഓർ വെറുതെ പറയുകയില്ല. ഒരിക്കലും ഓർ അതൊന്നും വെറുതെ പറയുകയില്ല. എന്റെ ഉസ്താദുമാര് വഫാത്തായപ്പോ ആ സ്ഥാനത്തേക്ക് ഞാൻ കണ്ടുവച്ചയാളാണ് താജുൽ ഉലമ എന്ന് പറയുന്നവർ എന്ന് ഓർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താജുൽ ഉലമയാണ് ബഹുമന്യരായ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മസ്അല തിരിയാൻ വേണ്ടി, ഒരു മസ്അല അറിയാൻ വേണ്ടി വണ്ടൂരിൽ നിന്ന് നാദാപുരത്തേക്ക് വന്നത്. നാദാപുരത്തേക്ക് വന്ന ഒരു ഫറായിദിന്റെ മസ്അല, അത് അന്ന് അപൂർവം കിതാബുകളിൽ പറയുന്നതാണ്. ഇന്നെന്തൊരു സുഖമാ, ഇന്നത്തെ ഉസ്താദുമാർക്കും നമുക്കൊക്കെ എന്തൊരു സുഖമാ. ലോകത്തെവിടെയുമുള്ള കിതാബ് നമ്മുടെ കയ്യിലാണ്. ഒന്ന് സെർച്ച് ചെയ്താൽ കിതാബിന്റെ ഇബാറത്തൊന്ന് അടിച്ചു കൊടുത്താൽ ലോകത്തെ എല്ലാ കിതാബും, നമുക്ക് കിട്ടാവുന്ന എല്ലാ കിതാബും ഇവിടെ വരികയാ. അന്ന് അങ്ങനെ ഒരു സംവിധാനമില്ല. ദൂരെ ദിക്കുകളിൽ പോയിട്ട് വേണം പലതും പഠിച്ചെടുക്കാൻ. ആ താജുൽ ഉലമ തങ്ങൾക്ക് അവിടെ കിതാബില്ലാത്തത് കൊണ്ട് നാദാപുരത്തും കിതാബില്ല. താനൂർ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു കിതാബാണ്. അവിടെ പോയാൽ അത് കിട്ടുമോ എന്നറിയില്ല. ആ കിതാബിൽ മാത്രം പറഞ്ഞ ഒരു മസ്അല അറിയാൻ വേണ്ടി വണ്ടൂരിൽ നിന്ന് നാദാപുരത്തേക്ക് വന്നപ്പോ നാദാപുരത്ത് ഓറോട്, ആ അനുസ്മരിക്കുന്ന ഓറോട് ചോദിച്ചപ്പോ ഒരു കിതാബ് മറിച്ചു നോക്കുകയല്ല, ആലോചിക്കുകയല്ല. ചോദിച്ച സെക്കൻഡിൽ തന്നെ അതിന്റെ മറുപടി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാ. ഒരു ഫറായ് അനന്തരത്തിന്റെ മസല, ഇന്നയാൾക്ക് ഇത്ര, അത് അപൂർവം കിതാബുകളിൽ പറയുന്നു. സാധാരണ രീതിയിലൊന്നും വരുന്ന മസലയല്ല, അപൂർവം. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് കരുതിയാണ് ഞാനത് ബോധപൂർവം ഒഴിവാക്കുന്നത്. ആ മസല കിതാബ് നോക്കാതെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞു കൊടുത്ത് ഓർ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴാ
താജുലുലമ പറഞ്ഞത് വല്ലാത്തൊരു അജീബായ മനുഷ്യൻ തന്നെയല്ലേ ഇത്, വല്ലാത്ത അത്ഭുതമല്ലേ എന്ന് പറയുന്നത് ഞാൻ എന്റെ ഗുരുമഹത്തുക്കളുടെ സ്ഥാനത്തേക്ക് കണ്ടവരാണെന്ന് ഓറു പറഞ്ഞ താജുലുലമയാണെങ്കിൽ മഹത്തുക്കൾക്ക് ആലിമീങ്ങൾക്കാണ് ഇവരുടെയൊക്കെ സ്ഥാനമറിയുന്നത്. അവരൊക്കെയും വാഴ്ത്തിയ, അവരെല്ലാവരും ആദരിച്ച, ഒരു നൂറ്റാണ്ടുകാലം അള്ളാഹുവിന്റെ ദീനിൽ മാത്രമായി ദീനിന് മാത്രമായി ജീവിച്ച ബഹുമന്യരായ ശംസുലുലമ ഓർ നമ്മളിവിടെ കേട്ടല്ലോ. ഹംസ ഉസ്താദ് പറഞ്ഞത് 94 വയസ്സ് പ്രായം, 100 വയസ്സിനോട് അടുത്തു നിൽക്കുന്ന സമയത്താ ഓർ അൽഖഫോദി എന്ന് പറയുന്നത്. മിണ്ടാൻ കഴിയൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയ ഒരു രോഗി മരിക്കാൻ കിടക്കുമ്പോ അസ്രായിൽ കാലിൽ നിന്ന് റൂഹ് പിടിച്ചു തുടങ്ങിക്കാണും. ആ സമയത്താ ഓർ പറയുന്നത് ഞാൻ ഇന്നോദേണ്ട അൽഖഫ് സൂറത്ത് ഓതിയിട്ടായിരിക്കുന്നത് എന്ന്. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണ്ടേ നമുക്കൊക്കെ എന്താണുള്ളത്, നമ്മുടെ കയ്യിൽ എന്താണുള്ളത്. ഇതാ അന്തലം തെർഹൽ ബിസാദിം മിനത്തുഖ വലാഖൈത ബഅദൽ മൗതി മംഗത്ത സവദ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി വഅന്നക ലം തുർസിദ് കമാ കാന അർസദ. അവരൊക്കെ വരുമ്പോ, അല്ലാഹുവിന്റെ ലോകത്ത് പോകുമ്പോ നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? എന്താ നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ഇതൊക്കെ ആലോചിക്കേണ്ടതല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധമായ റമളാനാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഓറെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ റമളാനായാൽ ഒരു ദിവസം ഒരു ഖത്തം തീർക്കുമെന്നതിൽ സംശയമില്ല എന്ന്. അതിലപ്പുറമുണ്ടോ എന്നറിയില്ല. ഒരു ദിവസം ഒരു ഖത്തം ഓറ് തീർക്കുമെന്ന് പറയുന്നത്, ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ് ഒരിക്കൽ വയലു പറഞ്ഞപ്പോ ചേലക്കാടുള്ള ഒരു സാധാരണക്കാരൻ പറഞ്ഞത്രേ. നമ്മൾ ഓർക്കണം, ഒരു സാധാരണക്കാരൻ പറയുന്നത് എനിക്കതിലത്ര വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ്. ഒരു ദിവസം ഒരു ഖത്തം ഖുർആൻ മുഴുവനായി ഓതി തീർക്കുമെന്നതിൽ എനിക്കത്ര വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഓർക്ക് ഖുർആൻ മുഴുവനും അമ്മ ജുസ് അല്ലേ എന്ന്. അമ്മ ജുസ് എന്ന് പറഞ്ഞ അവസാനത്തെ ജുസ് നമുക്കത് പെട്ടെന്ന് ഓതാൻ കഴിയും. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖൊക്കെ. അതേ രീതിയിൽ മുസ്ഹഫിന്റെ നടുമറിച്ചു നോക്കിയാൽ നമുക്ക് ഓതാൻ കഴിയൂല, പ്രയാസമാണ്. പക്ഷെ ഓർക്ക് അങ്ങനെയല്ലല്ലോ, ഓർക്കൊക്കെ ഒരുപോലെയല്ലേ, പെട്ടെന്ന് ഓതാൻ കിട്ടൂലേ. എനിക്കതിലത്ര വലിയ അത്ഭുതമൊന്നുമില്ല, ഞാൻ 25 ഖത്തം തീർക്കുന്നുണ്ട് എന്ന് ഒരു സാധാരണക്കാരൻ, നമ്മെപ്പോലെ ജോലിക്ക് പോകുന്ന, കുടുംബം പോറ്റുന്ന, മക്കളെ നോക്കുന്ന സാധാരണക്കാരനായ ഒരാള് റമളാനിൽ 25 ഖത്തം തീർക്കുന്നുണ്ട് എന്ന് പറയുമ്പോ നമ്മൾക്കൊക്കെ എന്താണുള്ളത്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ആ ലോകത്തേക്ക് പോകുമ്പോ ഓർ തന്നെ എപ്പോഴും പറയുന്ന ഒരു വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഖുതുബയിലൊക്കെ ഉള്ള ഒരു വാക്യം, യാമൻ ഉഖ്രിജ അബൂഹു മിനൽ ജന്നത്തി ബിദംബിൻ വാഹിദ് ബഅദ അൻ കാന ലഹാ മാലിക കൈഫ തത്മഉ ഫീ ദുഖൂലിഹാ ബിദുനൂബിൻ കൽ ജിബാലി ലസ്ത ലഹാ താരിക. എടോ, നിനക്കറിയുമോ നിന്റെ പിതാവ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ അധികാരിയാ, സ്വർഗത്തിൽ കടന്നയാളാ. ആ സ്വർഗത്തിൽ നിന്ന് ഒരൊറ്റ തെറ്റ് ചെയ്തതിന്റെ പേരിൽ, ഒരു മോശം വന്നതിന്റെ പേരിൽ, തെറ്റൊന്നു പോലും പറയാൻ പറ്റൂല, ഒരു മോശം ചെയ്തതിന്റെ പേരിലാണ് ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതെങ്കിൽ, ഒരു മോശത്തിന്റെ പേരിൽ സ്വർഗത്തിൽ കടന്ന ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ കടക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? ബിദുനൂബിൻ കൽ ജിബാൽ, പർവ്വത സമാനങ്ങളായ തെറ്റുമായി ചിന്തിക്കുന്നത് മുഴുവൻ തെറ്റ്, പറയുന്നത് മുഴുവൻ തെറ്റ്, കാണുന്നത് മുഴുവൻ തെറ്റ്, സംസാരിക്കുന്നത് മുഴുവൻ തെറ്റ്, എല്ലാം തെറ്റ്, പർവ്വത സമാനങ്ങളായ തെറ്റുമായി ആദം നബിയെ പുറത്താക്കിയ സ്വർഗമാണോ നീ കൊതിക്കുന്നത് എന്ന് നമ്മുടെ ഖുതുബയിൽ ചോദിക്കുന്ന ചോദ്യം ഓറ് എപ്പോഴും എടുത്തു ചോദിക്കാറുണ്ടെന്ന. അത് നമ്മളും ആലോചിക്കണം. ഞാൻ പേടിപ്പിക്കാൻ പറയുകയല്ല. അൽ ജന്നത്തു അഖറബു ഇലാ അഹദിക്കും മിൻ ശിറാഖിന ഇലൈഹി. മുത്തുനബി നമുക്ക് നൽകിയ വല്ലാത്തൊരു വാക്യം. സ്വർഗം, ആ സ്വർഗം വളരെ ലളിതമാണ് അതിൽ പ്രവേശിക്കാൻ. ഒരു ചെരുപ്പിന്റെ വാറ് നമ്മോട് അടുത്ത് നിൽക്കുന്നതിനേക്കാൾ അടുത്താണ് സ്വർഗം. വളരെ പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ കഴിയും. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരില ഒരാളെ അള്ളാഹ് സ്വർഗത്തിൽ കടത്തിയത്. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അത്ര മതി സ്വർഗത്തിൽ കടക്കാൻ. പക്ഷെ അതേ നബി അതേ നാക്കുകൊണ്ട് ശ്വാസം വിടാതെ അവസാനിപ്പിക്കാതെ പറഞ്ഞത് വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെയാണെന്ന്. നരകവും അങ്ങനെ തന്നെയാണെന്ന്. ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരില ഒരാൾ നരകത്തില്. ഒരു ചുമട്ടു തൊഴിലാളിയായ മനുഷ്യൻ തന്റെ തലയിൽ വിറക് ചുമന്നു കൊണ്ടുപോകുമ്പോ അതിൽ നിന്ന് ചെറിയൊരു കഷ്ണമെടുത്ത് തന്റെ പല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിയ ഭക്ഷണത്തിന്റെ അവശിഷ്ടം, അതിനെന്തു വേണം? ചെറിയൊരു കഷ്ണം
സമ്മതമില്ലാതെ എടുത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തെ നരകത്തിൽ കടത്തി നരകീയ ശിക്ഷ അനുഭവിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്. മരിച്ചവരെ ജീവിപ്പിച്ച് എന്താ നീ ചെയ്ത തെറ്റിയെന്ന് നരകീയ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോ അദ്ദേഹം ചെയ്ത തെറ്റിതാണെങ്കിൽ എന്റെ പ്രവാസികളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രക്ഷിതാക്കളെ, നമ്മൾ ഇത് ഓർക്കേണ്ടതാണ്. എന്തൊക്കെയാ നമ്മൾ തിന്നുന്നത്? ഹലാല് തന്നെയാണോ? നാം കഴിക്കുന്നതും നാം നേടുന്നതും നാം സമ്പാദിക്കുന്നതും നാം ചെലവഴിക്കുന്നതും ഒക്കെ ആ രീതിയിലായിരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് നാം ആദരിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം ബഹുമാനിക്കുന്ന, നാം ഇതുവരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട്, അത് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷയില്ല. അത്തരം ആളുകളോടുള്ള സ്നേഹം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെ നിനക്ക് സ്വർഗത്തിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറ നാം സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ്. അതിനുള്ള ഒരു മാർഗമായി നമ്മുടെ ഈ സമ്മേളിക്കലും നാം ഓതുന്നതും അവരുടെ പേരിൽ നാം ഭക്ഷണം വിതരണം ചെയ്യുന്നതൊക്കെയും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി